ഹായ് ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേട്ടന്മാരോടും അനിയന്മാരോടും നമ്മുടെ അച്ഛന്മാരോടൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴും നേരം വെളുക്കുമ്പോഴും ഒക്കെ കേൾക്കുന്ന ന്യൂസ് എന്താണെന്നറിയോ? എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോരോ ആക്സിഡൻറ്റുകളാണ് അല്ലേ, ഓരോരോ അപകടങ്ങൾ. അപ്പോൾ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ടും മറ്റുള്ളവരുടെ മേലിൽ കയറിയിട്ടും ഒക്കെയാണ്. നമ്മൾ വരുന്ന പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ വരുന്ന എന്തെങ്കിലും കേടുപാടുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടായി മരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന വാഹനാപകടങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മളെ കാത്ത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അല്ലേ. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ടു വീലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ഹെൽമെറ്റ് വേണം. പണ്ട് 2 പേര് പോലും ഹെൽമെറ്റ് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത് ഇത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 പേർക്ക് ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വെച്ചിട്ട് മരിക്കുന്നുണ്ട് ഒരുപാട് പേര് ആക്സിഡൻറ്റിൽ. പിന്നെന്താ, കാറിലാണെങ്കിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം. പണ്ടൊന്നും ആരും അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടാലിട്ടു. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും മരിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ വണ്ടിയിൽ തന്നെ പോകണമെന്നില്ല, വെറുതെ നടന്നു പോയാലും വരെ ആൾക്കാരെ മെക്കിയിട്ട് വണ്ടി വന്ന് ഇടിച്ച് കയറ്റി ചതച്ച് ചമ്മന്തിയാക്കി കൊല്ലുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ ഒരു ബാഡ് ന്യൂസ് അല്ലേ, 4-5 കുട്ടികൾ മരിച്ചുപോയി. അവർ സ്കൂളിലേക്ക് രാവിലെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലും ഇങ്ങനെയൊന്നുമില്ല, അവരുടെ വീട്ടുകാരുടെ മനസ്സിലും അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സന്തോഷത്തോടെ കുട്ടികൾ പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് തിരിച്ചു വരുന്നത്. വീട്ടിലമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, വന്നു കഴിഞ്ഞ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെ കുറേ ആഗ്രഹങ്ങളും കുറേ സന്തോഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന വഴിക്കായിരിക്കും എല്ലാ സന്തോഷങ്ങളും ഒരു ചെറിയ അശ്രദ്ധയുടെ ഒരു കുഴപ്പം കൊണ്ട് ഇല്ലാണ്ടായി പോകുന്നത്. അങ്ങനെ എത്ര ജീവിതങ്ങൾ നമ്മൾ കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം ഇല്ലാതായി പോകുന്നുണ്ട്. നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. അതായത് എനിക്കിപ്പോൾ പറയാനുള്ളത് ഹെവി ഡ്രൈവർ ചേട്ടന്മാരോടാണ്. ഹെവി വണ്ടികൾ ഓടിക്കുന്ന ചേട്ടന്മാർ ഒത്തിരി പേരെ കൊല്ലുന്നുണ്ട്. ഈ ഹെവി വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതി കിട്ടിയിരിക്കുന്നതല്ല കേട്ടോ റോഡ്. നമുക്ക് കുറച്ച് ആൾക്കാർക്ക് നടക്കണം, പിന്നെ കുറച്ച് പേർക്ക് വണ്ടിയൊക്കെ ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. നിങ്ങൾ ഈ ഹെവി വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് റോഡരികിൽ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. കാരണം നമ്മുടെ മുടി അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ആകാശത്തൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. നിങ്ങളതുപോലെയാണ് നമ്മുടെ പറ്റ കൂടെ പോകുന്നത്. നമുക്ക് എന്ത് പേടിയാണെന്നോ, ഈ വണ്ടി വരുമ്പോൾ നമ്മൾ പേടിച്ച് മാറി നിന്നാൽ വരെ നമുക്ക് പേടിയാണ്. കാരണം നമ്മുടെ മുതുകത്ത് വന്ന് കയറ്റുമോ എന്ന് ഓർത്തിട്ട്. നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്പീഡ് കുറച്ചിട്ട് പോകാം. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന നമ്മുടെ അച്ഛന്മാരൊക്കെ കൂടുതലും പോകുന്നത് 30-40, 40 കൂടുതൽ സ്പീഡിൽ പോകാറില്ല എന്ന് വേണം പറയാനായിട്ട്. ആ പോകുന്ന അച്ഛന്മാരെ കാത്ത് ഒത്തിരി കുട്ടികൾ വീട്ടിലുണ്ട്, അമ്മമാർ വീട്ടിലുണ്ട്. ഈ നമ്മുടെ അച്ഛന്മാരുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് വീട്ടിൽ. ഇവരെന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മരുന്ന് വാങ്ങാനോ വീട്ടിലേക്കുള്ള ഭക്ഷണം വാങ്ങാനോ പലഹാരം വാങ്ങാനോ വീട്ടിലേക്കുള്ള ഓരോ ആവശ്യങ്ങൾക്കാണ് പുറത്ത് പോകുന്നത്. അതും വല്ല 30-40 പോകുന്നത്. ഈ പോകുന്നവരെ ഒരു ഇതും ഇല്ലാതെ തോന്നിയ പോലെയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്ന് ഇടിച്ച് കയറ്റി കൊല്ലുന്നുണ്ട്. അവരൊക്കെ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ. എൻ്റെ ഒരു പേഴ്സണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ പുറത്ത് പോകുമ്പോൾ വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പോയിട്ട് തിരിച്ചു വരുന്നവരെ ടെൻഷനാണ്. എൻ്റെ അച്ഛൻ ഒരു 40 പോകാറുള്ളൂ ബൈക്കിൽ. പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം നമ്മളെത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്നവർ ഒട്ടും ശ്രദ്ധിച്ചിട്ടല്ല വരുന്നത്. നമ്മുടെ മുതുകത്തോട്ട് വന്ന് ഇടിച്ച് കയറ്റും. അപ്പോൾ പോയ പോലെ വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെന്നും പ്രിയപ്പെട്ടവരാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊരു ദിവസം നമുക്ക് നഷ്ടമാകുന്നത്, പിന്നീട് ഒരിക്കലും കാണാൻ പറ്റാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഹെവി വണ്ടികൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ചും കൂടി ശ്രദ്ധയിലൊക്കെ ഓടിക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു അവരെ കൂടെ, അവരെ മാത്രമല്ല നമ്മുടെ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഒരു 9 മണിക്കൊക്കെ ശേഷം മരുന്ന് വാങ്ങാനായിട്ട് ഹോസ്പിറ്റലുകളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കുറച്ച് പരിഗണിക്കുക. എല്ലാവരുടെയും ജീവനും വിലയുണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ചേച്ചിമാരുടെയൊക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 80% സ്ത്രീകളും 2 വീലർ, കൂടുതലും 4 വീലർ ഓടിക്കുന്ന സ്ത്രീകൾ ചുരുക്കമാണ്. ചുരുക്കം എന്നല്ല, ഹൈ കോൺഫിഡൻസിൽ ഓടിക്കുന്നവർ ചുരുക്കമാണ്. നമ്മുടെ 2 വീലറൊക്കെ ഓടിക്കുന്ന ചേച്ചിമാർ, അവർ വരുത്തി വെക്കുന്ന അപകടങ്ങൾ കുഞ്ഞു അപകടങ്ങളാണ്. സത്യം പറയണമല്ലോ, സ്ത്രീകൾക്കൊരു 10% മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നത് പേടിച്ചിട്ടാണ്. മറ്റു വണ്ടി ഇടിക്കുമോ, അവർക്ക് തന്നെ പേടിയാണ് അവരോടിക്കുന്ന വണ്ടികൾ. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്ന് കയറ്റുമെന്നുള്ള പേടി കൂടെ ഉണ്ട് എല്ലാവർക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചേച്ചിമാർ, ഞങ്ങളുടെ പ്രായത്തിലുള്ളവരല്ല, ചേച്ചിമാരൊക്കെ അങ്ങനെയാണ് ഓടിക്കുന്ന ഒരുവിധം. അപ്പോൾ നിങ്ങൾ അവരെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. അവരും പേടിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളെയും പേടിക്കണം, സ്വന്തമായിട്ടും പേടിച്ചിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ അനിയന്മാരോടാണ് കേട്ടോ. അനിയന്മാരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 18 വയസ്സിനും ഒരു 26 വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ അനിയന്മാരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് എങ്ങനെയാണല്ലേ? നമ്മുടെ ധൂം സിനിമയ്ക്കകത്ത് മറ്റേ പുള്ളിക്കാരനെ ഓടിച്ച് പോണ പോലെ, അതേപോലെ കിടത്തിയും ചരിച്ചും പറത്തിയും ഒക്കെയാണ് ചേച്ചിമാരെ, അനിയത്തിമാരെ, അനിയന്മാരെ, കൂട്ടുകാരെ ഒക്കെ ബാക്കിലിരുത്തി കൊണ്ടുപോകുന്നത് സർക്കസിന് പോണ പോലെയാണ്. ഒരു 1% ഒക്കെ മര്യാദയ്ക്ക് പതിയൊക്കെ പോകാറുള്ളൂ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വായുഗുളി വാങ്ങിക്കാനോ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് നടത്താനുള്ള ഒരു അത്യാവശ്യമില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് നടത്തേണ്ട ഒരു അത്യാവശ്യവും നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ. കുറച്ച് ലേറ്റായിട്ട് പോയാലും കുറച്ച് താമസിച്ച് പോയാലും നമ്മൾ സേഫായിട്ടിരിക്കുക, മറ്റുള്ളവരെ സേഫാക്കുക. നമ്മൾ കാരണം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞനിയന്മാർ പോയി വരുന്നതും കാത്ത് ചേച്ചി, അനിയത്തി, അനിയൻ, അമ്മ, അച്ഛൻ, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അങ്ങനെ ഒത്തിരി പേര് നമുക്ക് നമ്മുടെ ചുറ്റിലും ഉണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ടൊക്കെ പോകണം കേട്ടോ, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ. പിന്നെ പറയാനുള്ളത് ചേട്ടന്മാരോടാണ് കേട്ടോ. ചേട്ടന്മാർ കുറച്ച് കൂടുതൽ, ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഒരു 28-29 വയസ്സ് തൊട്ട് ഒരു 10-40 വയസ്സ്, 35 വയസ്സിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ വരെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈവാണ് ചെയ്യുന്നത്. കുടിക്കാതെ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ അത്യാവശ്യം സെൽഫ് കോൺഫിഡൻസോടുകൂടെ നന്നായിട്ടാണ് ഓടിക്കുന്നത്. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മൈൻഡ് മാറിപ്പോകുന്നുണ്ട്. വണ്ടി ഹൈ സ്പീഡിൽ പോയി അപകടങ്ങൾ വരുത്തുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറയാൻ പോകുന്നതാണ് ഒരു പ്രത്യേകതരം കൂട്ടരാണ് കേട്ടോ. നമ്മുടെ ബസ് ഓടിക്കുന്ന ചേട്ടന്മാരോടും നമ്മുടെ കിളിയോടും കണ്ടക്ടറോടും പറയാനുള്ള കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ബസ്സിലേക്ക് കിടക്കാം, അതായിരിക്കും ബെറ്റർ. നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ ചേട്ടന്മാർക്ക് ഒരു പരിപാടിയുണ്ട്. പുറകെ KSRTC വരികയാണെങ്കിൽ ജീവനും കൊണ്ട് പായുന്നു. എന്താ, നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജീവനോടെ പായണമെന്ന് ഓർക്കണം. അത് കിട്ടിയിട്ട് നിങ്ങളുടെ ജീവൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾ കയറാനായിട്ട്, ഇപ്പം ഞാൻ കയറാനായിട്ട് നിൽക്കുക, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കയറുന്നത്. ഞാൻ കയറാൻ കാലെടുത്ത് വെച്ചു ഉടനെ ടിങ് 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 ബെല്ലടിച്ച് കഴിഞ്ഞു നമ്മുടെ കിളി. നമ്മൾ ഒരു കാലിലായിരിക്കും ചിലപ്പോൾ ബസ്സിലോട്ട് കയറുന്നത്. ആ ഒറ്റ കാലിലേ നമ്മൾ ബസ് വിട്ട് കളയും. ചിലപ്പോൾ നമുക്ക് കയറി കഴിയുമ്പോൾ നമുക്കൊരു പിടുത്തം പോലും കിട്ടില്ല, കാരണം അതുപോലത്തെ പോക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു കാല് വെച്ച് അടുത്ത കാലം ഇങ്ങോട്ട് താഴത്തോട്ട് കുത്താൻ പോണതിന് മുമ്പേ ബെല്ലടിച്ച് വിട്ടിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനായിട്ടുണ്ടോ? ഈ മരണപ്പാച്ചിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കാര്യമാണ് കേട്ടോ. നമ്മുടെ വിൻഡോ സീറ്റിലിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, അതിൻ്റെ ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്നവർക്ക് ഈ പാഞ്ഞ് കയറി വളച്ച് പൊളച്ചൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് പിടുത്തം കിട്ടത്തില്ല. നമ്മൾ കുത്തേ നിലത്തോട്ടേ വീഴത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടാനായിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിക്കുക കേട്ടോ. ഏതാണ്ട് ആംബുലൻസിന് പോലും ഇത്രയും സ്പീഡില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്.
അത് വെച്ച് നോക്കുമ്പോൾ KSRTC കുറച്ചും കൂടെ ബെറ്ററാണ് ആൾക്കാരെ കയറ്റുന്നതിലും ഇറക്കുന്നതിലും. കാരണം ഇറങ്ങിക്കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാറുള്ളൂ, കയറിക്കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. പിന്നെ ഓടിക്കുന്ന സമയത്ത് മാത്രം ചിലർക്ക് എന്തോ ഒരു സ്പിരിറ്റ് കയറിയ പോലെ. ഞങ്ങളൊക്കെ ഒരു പ്രായം തൊട്ടേ കണ്ടുവരികയാണ് ഈ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള മരണപ്പാച്ചിൽ. എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ കൂടുകയാണ്. വെറുതെ നിന്ന നിപ്പിൽ ഒരു ദിവസം തന്നെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ എത്രയോ മരണസംഖ്യ കൂടുകയാണ്. എത്രയോ പേർക്ക് നമ്മളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുത്തി വെക്കുകയാണ്. ഓരോരോ കുടുംബത്തിൻ്റെ അത്താണിയായവരെയും വേണ്ടപ്പെട്ടവരെയും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ നമ്മുടെ അശ്രദ്ധ മൂലം അവരുടെ ജീവൻ നമ്മൾ കളയുകയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു പുതിയ വധൂവരന്മാർ, കല്യാണം കഴിഞ്ഞ് പുതുമോടികളും, അവരൊക്കെ ബൈക്കിൽ പോകുമ്പോൾ എത്ര പേരാണല്ലോ അപകടങ്ങൾ കൊണ്ട് മരിക്കുന്നത്. അവരൊക്കെ പുതിയ പുതിയ ഓരോ ആഗ്രഹങ്ങളും അവരുടെ ലൈഫിനെ പറ്റി ഒരുപാട് ഡ്രീമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുന്നത്. അവരുടെയൊക്കെ ലൈഫ് നിന്ന നിപ്പിൽ ഒന്ന് തിങ്ക് ചെയ്യാൻ പോലും സമയമില്ലാതെ ഓരോരുത്തർ ഇങ്ങനെ പിച്ച് ചീന്തി കളയുന്നത്. പിച്ച് ചീന്താന്ന് ഉദ്ദേശിച്ചത് വലിച്ചു കയറി കളയാന്നല്ല കേട്ടോ. അശ്രദ്ധ മൂലം വണ്ടി ഹൈ സ്പീഡിൽ ഓടിച്ച് നമ്മൾ കളയുന്ന ജീവനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇന്ന് എടുക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഒക്കെ കുറേ അപകടങ്ങൾ, കുറേ അധികം പേരുടെ മരണങ്ങൾ ഒക്കെ ന്യൂസ് വായിക്കുമ്പോഴും, നമ്മൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്താലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ബാഡ് ന്യൂസുകളാണ് കാണുന്നത്. ബാഡ് എന്നല്ല, നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ പോലും ഇതുമായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്ത് അവരുടെ കാര്യമൊക്കെ ആലോചിച്ച് വിഷമിച്ചാണ് നമ്മൾ പലരും കിടക്കാറ് ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഷമം കാരണമാണ്, വിഷമം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. നമ്മൾ മാത്രം സേഫായാൽ പോരാ, നമ്മൾ മൂലം മറ്റുള്ളവർക്കൊന്നും വരാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ കൂടെ നമ്മൾ സേഫാക്കുക. മാക്സിമം നമ്മൾ സ്പീഡ് കുറച്ച് വണ്ടിയൊക്കെ ഓടിക്കുക, ശ്രദ്ധിച്ചോടിക്കുക. നമ്മുടെ പിന്നിലുള്ള ആളെ പറ്റിയൊക്കെ ഓർക്കുക, നമ്മുടെ വീടിനെ പറ്റി ഓർക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ പറ്റിയൊക്കെ ചിന്തിക്കുക. നമ്മുടെ റോഡുകൾ അധികവും നന്നാക്കിയിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് റോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ടും അപകടങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം അശ്രദ്ധയാണ്. അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം.